8. സോ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് ഒരു ക്യാരക്ടർ സ്കെച്ച് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം അല്ലെ. അപ്പൊ നൈറ്റിംഗേൽ ആൻഡ് റോസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്യാരക്ടർ സ്കെച്ചസ് ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലോട് കൂടി പഠിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ എക്സാമിന് ഉറപ്പായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്യാരക്ടർ സ്കെച്ച് എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. സോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സിന്റെയും ക്യാരക്ടർ സ്കെച്ച് നോക്കിയാലോ. അപ്പൊ ആദ്യം ആ ഒരു ക്യാരക്ടർ സ്കെച്ചിലേക്ക് പോകുന്നതിന്റെ മുന്നേ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പൊ മിസ്സിന്റെ ഒരു ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മിസ്സിന്റെ കുറച്ച് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. എന്നാലും ഇവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരാളെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാണ്. ആളുടെ ക്യാരക്ടർ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം. ആളുടെ സ്വഭാവം പറയണം, അതുപോലെ അപ്പിയറൻസ് എങ്ങനെയാന്ന് പറയണം അല്ലെ. സോ മിസ്സിന്റെ ക്യാരക്ടർ എന്ത് ചെയ്യാണ്, മിസ് തന്നെ ഇവിടെ ഒരു സ്കെച്ച് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കുറച്ച് തള്ളലൊക്കെ കാണാം, എന്നാലും കുഴപ്പമില്ല. അപ്പൊ മിസ്സിന്റെ ക്യാരക്ടറിനെ ഒരു സ്കെച്ച് ചെയ്യാൻ പോവാണ് മിസ്. സ്കെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുക എന്നല്ല, നമ്മൾ എന്ത് ചെയ്യാണ് ആളുടെ ക്യാരക്ടറും പേഴ്സണാലിറ്റി ട്രൈറ്റ്സും സ്വഭാവങ്ങളും മറ്റുള്ളവരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു സ്കെച്ച് ആക്കി മാറ്റാൻ പോവാണ്. സോ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് അല്ലെ. പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്വഭാവ സവിശേഷതകൾ. ഇപ്പൊ എന്റെ സ്വഭാവ സവിശേഷതകൾ പറയുകയാണെങ്കിൽ ഞാൻ വെറുതെ കുറച്ച് പറയാണ് കേട്ടോ. ഓക്കെ, ഫ്രണ്ട്ലി ആണ് എന്ന് പറയാം. ഓക്കെ, ഫ്രണ്ട്ലി ആണ്, പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഫ്രണ്ട്ലി ആണ്, ഹെൽപ്പിംഗ് ആണ്, ഓക്കെ, കൈൻഡ് ആണ് എന്നൊക്കെ നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, നമ്മൾ അവരുടെ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് എന്ന് പറയാം. ക്ലിയർ ആണോ? അവരുടെ സ്വഭാവ സവിശേഷതകൾ ലവിങ് ആണ്, കെയറിങ് ആണ്, എപ്പോഴും ആക്റ്റീവ് ആണ്, അജൈൽ ആണ് എന്നൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്യാരക്ടർ സ്കെച്ചിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇനി എന്തെങ്കിലും ബാക്ക് സ്റ്റോറി ഉണ്ട്, ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ക്യാരക്ടേഴ്സിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, ആദ്യം ആൾ ഇങ്ങനെയായിരുന്നു പിന്നെ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അടുത്ത കാര്യമാണ് ഹൗ ദി ചേഞ്ച്ഡ് ഓർ ഇവോൾവ്ഡ് എന്നുള്ളത്. ഇപ്പൊ എന്തെങ്കിലും മാറ്റം നമ്മളുടെ ക്യാരക്ടറിന് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ നൈറ്റിംഗേൽ ആൻഡ് റോസ് എന്നുള്ള ചാപ്റ്ററിൽ സ്റ്റുഡന്റ് ആദ്യം ഭയങ്കര, നമുക്ക് കാണുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്, ഭയങ്കര ലവിങ് ആയിട്ട് ഭയങ്കര ട്രൂ ലവറെ പോലെയാണ് തോന്നുന്നത് അല്ലെ. പക്ഷെ അവസാനം ആവുമ്പോഴേക്ക് ആൾക്ക് ലവിനെയൊക്കെ ഒരു സില്ലി തിങ് പോലെ കണ്ട് ഈ പൂവൊക്കെ വലിച്ചെറിഞ്ഞ് വെറുതെ ഭയങ്കര ലോജിക്കൽ കാര്യത്തിൽ വിശ്വസിച്ച് ഇങ്ങനെ പോകുന്ന ഒരു ചെക്കനായിട്ടാണ് കാണുന്നത്. സോ അവിടെ ഒരു ചേഞ്ച് നമ്മുടെ ക്യാരക്ടറിന് സംഭവിക്കുന്നുണ്ട് അല്ലെ. സോ ഇത്തരത്തിൽ നമ്മുടെ ക്യാരക്ടേഴ്സിന് എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്യാരക്ടർ സ്കെച്ചിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം. അടുത്തതാണ് their impact those around them. നമ്മുടെ ക്യാരക്ടേഴ്സിന് മറ്റ് ക്യാരക്ടേഴ്സിലുള്ള ഇമ്പാക്ട്. ഓക്കെ, ഇപ്പൊ മിസ്സിന്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ മിസ് നിങ്ങളിൽ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടല്ലേ, നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അറിവ് നൽകുന്നുണ്ട്. അപ്പൊ മറ്റു കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ നൈറ്റിംഗേൽ ആണെങ്കിൽ നമ്മുടെ ബോയിനെ സഹായിക്കുന്നുണ്ട്. അപ്പൊ നൈറ്റിംഗേൽ ആ ഒരു ബോയിന്റെ ലൈഫിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. സോ നമ്മുടെ ക്യാരക്ടർ മറ്റ് ക്യാരക്ടേഴ്സിൽ അല്ലെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ക്യാരക്ടർ സ്കെച്ചിൽ ഇൻക്ലൂഡ് ചെയ്യണം. അടുത്തത് ഫിസിക്കൽ ഫീച്ചേഴ്സ്. ആ ഫിസിക്കൽ ഫീച്ചേഴ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോട്ടോയും കൊണ്ടിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. സോ ഫിസിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, ബ്ലാക്ക് ഹെയർ ആണ് അല്ലെ, ബ്ലാക്ക് ഹെയർ ആണ്. ഇനി മിസ്സിന്റെ എന്താ, സ്മോൾ ഐസ് ആണ്. ഓക്കെ, സ്മോൾ ഐസ് ആണ്. ഓക്കെ, ക്യൂട്ട് സ്മൈൽ ആണെന്നൊക്കെ പറയാം അല്ലെ, കിടക്കട്ടെ, ക്യൂട്ട് സ്മൈൽ ആണ്. അതുപോലെ വെയറിംഗ് റെഡ് സാരി എന്ന് പറയാം അല്ലെ, വെയറിംഗ് റെഡ് സാരി. ഇതുപോലെ നമ്മുടെ അപ്പിയറൻസിനെ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്യാരക്ടറിന്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അടുത്തതാണ് അഡ്ജക്റ്റീവ്സ്. ഇവരെ വിശേഷിപ്പിക്കുന്ന എന്തെങ്കിലും, ഇപ്പൊ ക്യൂട്ട് സ്മൈൽ ആണെന്ന് പറയുമ്പോൾ ആ ഒരു സ്മൈലിനെ നമ്മൾ ക്യൂട്ടാന്ന് പറഞ്ഞു അല്ലെ. സോ അതുപോലെ അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കളേഴ്സ് അല്ലെങ്കിൽ ഇവരെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ വിശേഷിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ക്ലിയർ ആൻഡ് കൺസൈസ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ഒരുപാട് ആ ഒരു സ്റ്റോറി ഒക്കെ ഒരുപാട് എഴുതിയിട്ട് കാര്യമില്ല, നമ്മളൊരു സമ്മറി പോലെ സ്റ്റോറി എഴുതി വെച്ചിട്ട് കാര്യമില്ല. ക്ലിയർ ആൻഡ് ആ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആൻഡ് കൺസൈസ് ഷോർട്ട് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം. ഓക്കെ ആണോ? സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സിന്റെയും ക്യാരക്ടർ സ്കെച്ച് നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. ആദ്യത്തെ നമ്മുടെ മെയിൻ ക്യാരക്ടർ ആണ് നൈറ്റിംഗേൽ കേട്ടോ. അപ്പൊ നൈറ്റിംഗേലിന്റെ ക്യാരക്ടർ സ്കെച്ച് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നൈറ്റിംഗേലിന്റെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് നോക്കാം. Although she dies before the story's conclusion, the Nightingale is the protagonist of The Nightingale and the Rose, a romantic by nature, and she has spent much of her life
singing about love, waiting for the day she will encounter it in real life. Okay, അപ്പോൾ നമ്മുടെ നൈറ്റിംഗേൽ നമ്മുടെ കഥ അവസാനിക്കുന്നതിന്റെ മുന്നേ മരിക്കുന്നുണ്ടെങ്കിലും ദ നൈറ്റിംഗേൽ ആൻഡ് സ്റ്റോറി റോസ് എന്നുള്ള ചാപ്റ്ററിലെ പ്രോട്ടഗോണിസ്റ്റ് എന്ന് വെച്ചാൽ മെയിൻ ക്യാരക്ടർ ആരാണ്? നമ്മുടെ നൈറ്റിംഗേൽ ആണ് കേട്ടോ. നൈറ്റിംഗേൽ ആണ് നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് ആയിട്ട് വരുന്നത്. റൊമാൻറ്റിക് ബൈ നേച്ചർ അല്ലെ, ആ ഒരു റൊമാൻറ്റിക് ക്യാരക്ടർ ആണ് ആർക്കുള്ളത്? നമ്മുടെ നൈറ്റിംഗേലിനുള്ളത്. അപ്പൊ ലവിനെ പറ്റിയിട്ട് പാടി നടക്കുകയും അതുപോലെ ലവിനെ പറ്റി പറഞ്ഞു നടക്കുകയും കഥകൾ പറഞ്ഞു നടക്കുകയും ചെയ്യുന്ന ഒരു ബേർഡ് ആണ് നമ്മുടെ നൈറ്റിംഗേൽ. ഓക്കെ, അപ്പൊ ഷീ ഹാസ് സ്പെൻഡ് മച്ച് ഓഫ് ഹെർ ലൈഫ് സിംഗിങ് അബൌട്ട് ലവ് അല്ലെ. അപ്പൊ നമ്മുടെ നൈറ്റിംഗേലിന്റെ ലൈഫ് നൈറ്റിംഗേൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ്? പ്രണയത്തെ പറ്റി പാട്ട് പാടിയിട്ടും വെയിറ്റിംഗ് ഫോർ ദ ഡേ ഷീ വിൽ എൻകൗണ്ടർ ഇറ്റ് ഇൻ റിയൽ ലൈഫ് അല്ലെ. അപ്പൊ ശരിക്കും ആ ഒരു പ്രണയത്തെ കാണാനും പ്രണയിക്കുന്ന ആളെ കാണാനും ആ ഒരു ട്രൂ ലവിനെ കാണാനും ഒക്കെയാണ് നമ്മുടെ നൈറ്റിംഗേൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ആൻഡ് when she overhears the student lamenting his lovelorn state, she resolves to bring him the red rose he needs to secure the girl's affection, and sacrificing her life to stain its petals red with her blood. Okay, അപ്പൊ നമ്മുടെ ആ ഒരു നൈറ്റിംഗേൽ എന്ത് ചെയ്യാണ്? ആ ഒരു സ്റ്റുഡന്റിന്റെ ലെമന്റ്, ആ ഒരു വിലാപം, ലവ് ലോൺ സ്റ്റേറ്റിൽ പ്രണയ പരവശനായിട്ട് നിൽക്കുന്ന നമ്മുടെ ബോയുടെ സങ്കടം കേൾക്കുകയാണ് അല്ലെ. സോ അങ്ങനെ അവൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന് ഒരു റെഡ് റോസ് കൊണ്ടു കൊടുക്കുകയാണ്. സോ അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ അഫെക്ഷൻ കിട്ടണമെങ്കിൽ, സ്നേഹം കിട്ടണമെങ്കിൽ ഒരു റെഡ് റോസ് കൊണ്ടു കൊടുത്തേ മതിയാവുള്ളൂ. അപ്പൊ ആ ഒരു റെഡ് റോസ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് തന്റെ ലൈഫ് തന്നെ സാക്രിഫൈസ് ചെയ്യാണ് അല്ലെ. സാക്രിഫൈസിങ് ഹെർ ലൈഫ് ടു സ്റ്റെയിൻ ഇറ്റ്സ് പെറ്റൽസ് അല്ലെ. ആ ഒരു ഇതളുകൾക്കൊക്കെ നിറം കൊടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ ലൈഫ് തന്നെ സാക്രിഫൈസ് ചെയ്യാണ്, ത്യജിക്കാണ് നമ്മുടെ ആ ഒരു നൈറ്റിംഗേൽ ചെയ്യുന്നത്. Ready? And other characters fail to recognize this sacrifice, but the story as a whole vindicates the Nightingale's action. In particular, her selfless nature and beautiful voice link her to two of the story themes: the selfless nature of true love and the intrinsic value of art. അല്ലേ, അപ്പൊ നമ്മുടെ മറ്റ് ക്യാരക്ടേഴ്സ് ഒക്കെ നൈറ്റിംഗേലിന്റെ ആ ഒരു റിയൽ സാക്രിഫൈസ്, ആ ഒരു സാക്രിഫൈസ് അധികമേരും കണ്ടെന്ന് നടിക്കുന്നില്ല അല്ലെ. നമ്മുടെ ബോയ് ഒന്നും അറിയുന്നു കൂടിയില്ല. തന്റെ ബ്ലഡ് അല്ലെങ്കിൽ തന്റെ ഹാർട്ടിൽ നിന്നും ബ്ലഡ് എടുത്തിട്ടാണ് ഇവൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവന് വേണ്ടിയിട്ട് ആ ഒരു റോസ് ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ ബോയ് പോലും അറിയുന്നില്ല. അപ്പൊ അത്രയും ലൈഫ് സാക്രിഫൈസ് ചെയ്ത് ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു ക്യാരക്ടറാണ് നമ്മുടെ നൈറ്റിംഗേൽ. ആൻഡ് നൈറ്റിംഗേൽ ഈ ഒരു സ്റ്റോറിയിൽ ഒരു സെൽഫ്ലെസ് നേച്ചർ ആണ് അല്ലെ. സെൽഫ്ലെസ് എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫിഷിന്റെ ഓപ്പോസിറ്റ് ആണ്. സെൽഫ്ലെസ് നേച്ചർ ആണ് കാണിക്കുന്നത്. ആൻഡ് അവളുടെ ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. ആൻഡ് രണ്ട് തീം, നമ്മുടെ ഈ ഒരു സ്റ്റോറിയുടെ രണ്ട് തീമുമായിട്ട് നമ്മുടെ നൈറ്റിംഗേൽ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലെ. സെൽഫ്ലെസ് നേച്ചർ ഓഫ് ട്രൂ ലവ്, ശരിയായ പ്രണയത്തിന്റെ ആ ഒരു സെൽഫ്ലെസ് നേച്ചർ എന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം, നമ്മളെക്കാളും വാല്യൂ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സെൽഫ്ലെസ് ആവുക എന്ന് പറയാം. അപ്പൊ പ്രണയത്തിന്റെ ആ ഒരു സെൽഫ്ലെസ് നേച്ചറും അതുപോലെ ആർട്ടിന്റെ കലയുടെ ആ ഒരു എക്സാക്ട് വാല്യൂം ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ സിംപ്ലൈസ് ചെയ്യുന്നത് നമ്മുടെ നൈറ്റിംഗേലിലൂടെയാണ്. ആൻഡ് ദ നൈറ്റിംഗേൽ ഇൻ അതർ വേർഡ്സ് ഇറ്റ്സ് നോട്ട് ഓൺലി എ ക്യാരക്ടർ ബട്ട് ഓൾസോ എ സിമ്പിൾ ഓഫ് ദ ഐഡിയൽ ലവർ ആൻഡ് ദ ഐഡിയൽ ആർട്ടിസ്റ്റ്. അപ്പൊ നൈറ്റിംഗേൽ എന്ന് പറയുന്നത് ആ ഒരു ക്യാരക്ടർ മാത്രമല്ല, അതിന് പകരം ഒരു ഐഡിയൽ ലവർ അല്ലെ, ശരിയായിട്ടുള്ള ഒരു ലവറിന്റെയും അതുപോലെ ശരിയായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെയും സിമ്പിൾ ആണ്. എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റിന്റെ സിമ്പിൾ ആവുന്നത്? സ്വന്തം ജീവിതം വരെ സാക്രിഫൈസ് ചെയ്തിട്ട് അവൾ എന്ത് ചെയ്യാണ്? ആ പാട്ട് പാടി അവൾ എന്ത് ചെയ്യാനടാ? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവളുടെ ജീവൻ ത്യാഗം ചെയ്യാണല്ലേ. സോ അവളുടെ ആർട്ടിനും അവിടെ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ബോത്ത് ഓഫ് ഹൂം ഗിവ് വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ അല്ലെ. മറ്റൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ജീവിക്കുന്ന ഒരു ലവറിന്റെയും അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിന്റെയും ഒക്കെ ഒരു സിമ്പിൾ ആയിട്ടാണ് ഇവിടെ നമ്മുടെ നൈറ്റിംഗേൽ മാറുന്നത്. ഓക്കെ, അപ്പൊ നൈറ്റിംഗേലിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആൻസർ ആയിട്ട് എഴുതാം. അടുത്ത നമ്മുടെ മെയിൻ ക്യാരക്ടർ ആണ് ദ യങ് സ്റ്റുഡന്റ്. യങ് സ്റ്റുഡന്റ് ക്യാരക്ടർ നോക്കിയാലോ. ഇനീഷ്യലി എ സിമ്പത്തറ്റിക് ക്യാരക്ടർ, തുടക്കത്തിൽ വളരെ സിമ്പത്തറ്റിക്, നമുക്ക് എല്ലാവർക്കും ഒരു സഹതാപം തോന്നുന്ന പോലത്തെ ക്യാരക്ടർ ആണ് നമ്മുടെ യങ് സ്റ്റുഡന്റിൻ്റെത് അല്ലേ. ആൻഡ് ദ സ്റ്റുഡന്റ് അൾട്ടിമേറ്റ്ലി എമേർജസ് ആസ് ദ ആന്റഗോണിസ്റ്റ് ഓഫ് ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ്. അപ്പൊ തുടക്കത്തിൽ നമുക്ക് എല്ലാവർക്കും അയ്യോ പാവം സഹതാപം തോന്നുന്ന ഒരു ബോയ് ആണെങ്കിലും അവസാനമാവുമ്പോഴേക്കും ഇതിലെ ആന്റഗോണിസ്റ്റ് ആയിട്ട്, ഇതിലെ വില്ലൻ ആയിട്ട് മാറുന്ന ആളാണ് നമ്മുടെ യങ് സ്റ്റുഡന്റ്. ഓക്കെ, ആൻഡ് ബൈ ക്ലെയിമിംഗ് ടു ബി ഡീപ്ലി ഇൻ ലവ് വിത്ത് എ ഗേൾ and the student inspires the nightingale to sacrifice her own life in a quest to bring him a red rose അല്ലേ. അപ്പൊ by claiming to be a deeply in love with a girl, അപ്പൊ ഒരു പെൺകുട്ടിയുമായിട്ട് വളരെ ആഴത്തിൽ പ്രണയിക്കുന്ന, വളരെ ആത്മാർത്ഥ പ്രണയമുള്ള ഒരു കാമുകനായിട്ടാണ് തുടക്കത്തിൽ നമ്മുടെ ബോയിന് നമുക്ക് തോന്നുന്നത്. അങ്ങനെയാണ് നമ്മുടെ ബോയ് എന്ത് ചെയ്യുന്നത്? നൈറ്റിംഗേലിനെ ഇൻസ്പയർ ചെയ്തിട്ട് നൈറ്റിംഗേൽ അവന് വേണ്ടിയിട്ട് അവളുടെ ജീവിതം തന്നെ സാക്രിഫൈസ് ചെയ്യുന്നത് അല്ലെ.
When the girl rejects the flower, however, the student carelessly tosses it into the road, concluding that love is a waste of time. Okay? അങ്ങനെ അവസാനം ആ ഒരു ഗേൾ റിജക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോയ് എന്താണ് ചെയ്യുന്നത്? അവൻ ഒരു ട്രൂ ലവർ ഒന്നും ആയിരുന്നില്ല. ആ ഒരു ജസ്റ്റ് വളരെ കെയർലെസ് ആയിട്ട് ആ ഒരു ഫ്ലവർ വലിച്ചെറിഞ്ഞല്ലേ റോഡിലേക്ക് ടോസ് ചെയ്തിട്ട്, കൺക്ലൂഡിങ് ദാറ്റ് ലവ് ഈസ് വേസ്റ്റ് ഓഫ് ടൈം. അവസാനം ലവ് ഒക്കെ ഒരു വേസ്റ്റ് ഓഫ് ടൈം ആണ്, ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയാണ് നമ്മുടെ ബോയ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഡിസോണേഴ്സ് ദ വൺ റിക്വസ്റ്റ് ദ നൈറ്റിംഗേൽ ഹാസ് മെയ്ഡ് ഓഫ് ഹിം ടു ബി എ ട്രൂ ലവർ, but it is in keeping with his personality. Throughout the story, the student reveals himself to be excessively preoccupied with rationality and practicality, to the point that he is literally unable to understand the Nightingale's emotional words to him. Okay, അപ്പോൾ നൈറ്റിംഗേൽ നമ്മളെ ബോയിനോട് ഒരു ലാസ്റ്റ് ഒരു റിക്വസ്റ്റ് നടത്തുന്നുണ്ട് അല്ലേ, ടു ബി എ ട്രൂ ലവർ. ഞാൻ എൻ്റെ ജീവിതം നിനക്ക് ത്യാഗം നൽകുന്നത് നീ എപ്പോഴും ഒരു ട്രൂ ലവർ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ അതിനെ ഡിസോണർ ചെയ്യാണ് നമ്മുടെ ബോയ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു സ്റ്റോറിയിൽ മൊത്തം സ്റ്റുഡന്റ് എങ്ങനെയാണ് ഒരു എക്സസീവ്ലി പ്രീഓക്യുപ്പൈഡ് വിത്ത് റാഷണാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റാഷണാലിറ്റിയും പ്രാക്ടിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം ഒരു യുക്തിബോധത്തോടു കൂടി എല്ലാം പ്രാക്ടിക്കൽ ആയിട്ട് കാണുന്നതിനെയാണ് നമ്മൾ റാഷണൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എന്ന് പറയാം. ഒന്നിനും ഒരു ഇമോഷണൽ കണക്ഷൻ കൊടുക്കാതെ, ഇമോഷണലി ഒന്നിനോടും ബന്ധപ്പെടാതെ എന്ത് ചെയ്യാണ്? ഭയങ്കര റാഷണൽ പ്രാക്ടിക്കൽ ആയിട്ട് ബുക്കിലുള്ള സാധനങ്ങൾ മാത്രം വായിച്ച് പഠിച്ച് നിൽക്കുന്ന ഒരു ബോയ് ആണ് നമ്മുടെ യങ് സ്റ്റുഡന്റ്. ഓക്കെ, സോ അവന് നമ്മുടെ നൈറ്റിംഗേലിന്റെ ഇമോഷണൽ വേർഡ്സ് പോലും അവന് മനസ്സിലാവുന്നില്ല അല്ലെ. And the student then illustrate the pitfalls of extreme intellectualism and his need to understand everything in terms of rules, and results blinds him useless qualities like selflessness or beauty. So നമ്മുടെ സ്റ്റുഡന്റ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എക്സ്ട്രീം ഇന്റലക്ച്വലിസം അല്ലെ. എല്ലാ കാര്യവും നമ്മൾ ഓവർ പ്രാക്ടിക്കൽ ആയി കണ്ട് എല്ലാത്തിനെയും ഒരു യുക്തിബോധത്തോടെ മാത്രം കാണുന്ന അതിന്റെ ചതിക്കുഴികൾ. ഓക്കെ, നമ്മൾക്ക് ഫാമിലി ഉണ്ടാവും, നമുക്ക് മറ്റുള്ളവരുമായിട്ട് കണക്ഷൻ ഒക്കെ വേണം അല്ലെ. സോ ഒരു ഇമോഷൻ ലാക്ക് ചെയ്യുന്നതിന്റെ ചതിക്കുഴികളെ പറ്റിയിട്ടാണ് സ്റ്റുഡന്റ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് സ്റ്റുഡന്റ് എന്ന ക്യാരക്ടറിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ആൻഡ് ഹിസ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ഇൻ ടേംസ് ഓഫ് റൂൾസ് ആൻഡ് റിസൾട്ട്സ് ബ്ലൈൻഡ്സ് ഹിം ടു യൂസ്ലെസ് ക്വാളിറ്റീസ് ലൈക്ക് സെൽഫ്ലെസ്നെസ് ഓർ ബ്യൂട്ടി. സോ അവൻ എല്ലാ കാര്യങ്ങളും റൂൾസും റിസൾട്ട്സും ഒക്കെ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും പഠിക്കാനും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. സോ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ സെൽഫ്ലെസ്നെസ്സും ബ്യൂട്ടിയും ലവും ഒക്കെ അവന് യൂസ്ലെസ് ആയിട്ടാണ് ഇതുകൊണ്ട് തോന്നുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്താം? യങ് സ്റ്റുഡന്റിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം. ഇനി റോസ്ട്രിയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ്. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. There are 3 rostries in the Nightingale and the Rose. അല്ലെ, ഈ ഒരു ചാപ്റ്ററിൽ 3 റോസ്ട്രീസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ബട്ട് only the one standing outside the student's window plays a major role in the story. പക്ഷെ സ്റ്റുഡന്റിന്റെ വിൻഡോന്റെ താഴെ നിൽക്കുന്ന ആ ഒരു റോസ്ട്രിയാണ് നമ്മുടെ സ്റ്റോറിയിൽ മേജർ ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നത്. ദിസ് ഈസ് ദ ട്രീ ദാറ്റ് ടെൽസ് ദ നൈറ്റിംഗേൽ ഹി ക്യാൻ പ്രൊഡ്യൂസ് എ റെഡ് റോസ്. അപ്പോൾ ആ ഒരു ട്രീ ആണ് അവന് നൈറ്റിംഗേലിനോട് ഒരു റെഡ് റോസ് ട്രീ എനിക്ക് അല്ലെങ്കിൽ ഒരു റെഡ് റോസ് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. ബട്ട് ഓൺലി അറ്റ് ദ കോസ്റ്റ് ഓഫ് ഹെർ ഓൺ ലൈഫ് അല്ലെ. പക്ഷെ അവളുടെ ജീവൻ ത്യജിച്ചാൽ മാത്രമേ ആ ഒരു ചെടിക്ക് ഒരു റോസ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡന്റിന്റെ വിൻഡോ പെയിന്റ് താഴെ ജീവിക്കുന്ന ആ ഒരു റോസ് ട്രീ ആണ്. ആൻഡ് ദ നൈറ്റിംഗേൽ അഗ്രീസ് ആൻഡ് സ്പെൻഡ്സ് ദ നൈറ്റ് singing with her breast pressed against one of the rose tree's thorns, slowly bringing life to a rose and dyeing it red with her blood. അല്ലെ, അപ്പൊ നൈറ്റിംഗേൽ ആ ഒരു റോസ് ട്രീയുമായിട്ട് ചേർന്ന് നിന്ന് ആ ഒരു തോൺ അവളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറക്കി ആ ഒരു റോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. Despite his role in killing the nightingale. അപ്പൊ നൈറ്റിംഗേലിനെ ശരിക്കും കൊല്ലുന്നത് ആരാണ്? നമ്മുടെ ആ ഒരു റോസ് ട്രീ ആണ് അല്ലെ. കാരണം അവളുടെ തോൺ, ആ ഒരു റോസ് ട്രീയുടെ തോൺ തറച്ചിട്ടാണ്, ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടാണ് നമ്മുടെ നൈറ്റിംഗേൽ കൊല്ലപ്പെടുന്നത്. ആൻഡ് ദ റോസ് ട്രീ റിമൈൻസ് സിമ്പതറ്റിക്. എന്നാലും റോസ് ട്രീക്ക് നൈറ്റിംഗേലിനോട് ഒരു സിമ്പതിയാണ്. കാരണം നൈറ്റിംഗേൽ അത്രയും നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് റോസ് ട്രീ എന്ത് ചെയ്യുന്നത്? ആ ഒരു റോസ് ഇത്രയും റിസ്ക് എടുത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ അവൾ തയ്യാറാവുന്നത്. In part because he is one of the only character who recognizes Nightingale's sacrifice for what it is, speaking tenderly to her as she slowly impales herself on the thorn. അല്ലെ, അപ്പോൾ ഈ റോസ്ട്രിക്ക് മാത്രമാണ് കൃത്യമായിട്ട് എന്തിനാണ് നൈറ്റിംഗേൽ ഈ ഒരു കാര്യം ചെയ്യുന്നത്, എന്തിനാണ് തന്റെ ജീവൻ ത്യജിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുന്നത് റോസ്ട്രിക്കാണ്. ആൻഡ് റോസ്ട്രി വളരെ ടെൻഡർ ആയിട്ടാണ് അല്ലെ, ആർദ്രമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ നൈറ്റിംഗേലിനോട് സംസാരിക്കുന്നതും ഡീൽ ചെയ്യുന്നതും ഒക്കെ.
ക്ലിയർ? സോ അടുത്ത നമ്മുടെ ക്യാരക്ടർ ആണ് പ്രൊഫസർ ഡോട്ട്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടർ ആണ്. പ്രൊഫസർ ഡോട്ടന്റെ ക്യാരക്ടർ കൂടി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാം. ആൻഡ് എക്സാമിന് ഉറപ്പായിട്ടും ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ദി ഗേൾ അപ്പിയേഴ്സ് ഓൺലി ബ്രീഫ് ഇൻ ദ നൈറ്റിംഗേൽ ആൻഡ് ദ റോസ്. വളരെ ചുരുങ്ങിയ നേരത്തേക്ക്, ബ്രീഫായിട്ട് വളരെ ചുരുങ്ങിയ നേരത്തേക്ക് മാത്രമാണ് നൈറ്റിംഗേൽ ആൻഡ് ദ റോസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മുടെ ആ ഒരു പ്രൊഫസേഴ്സ് ഡോട്ടർ വരുന്നത്. ബട്ട് ഷീ ഈസ് വൈറ്റൽ ടു ദ സ്റ്റോറീസ് പ്ലോട്ട് ആൻഡ് തിങ്സ് അല്ലെ. പക്ഷെ ഈ ഒരു സ്റ്റോറിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ആ ഒരു ഗേൾ. ആൻഡ് ദ ഡോട്ടർ ഓഫ് ദ പ്രൊഫസർ ഷീ എംപഡീസ് അൺഫീലിംഗ് മെറ്റീരിയലിസം. അപ്പോൾ പ്രൊഫസറിന്റെ ഡോട്ടർ ആണ്, ആൻഡ് അവൾക്കൊരു വികാരമില്ല അല്ലെ, സ്നേഹം അങ്ങനത്തെ കരുണ അങ്ങനത്തെ വികാരങ്ങളൊന്നുമില്ല. ഫുൾ മെറ്റീരിയലിസം, ഫുൾ എന്താ പറയാ, എല്ലാ വസ്തുക്കൾക്ക് അധിഷ്ഠിതമായി അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ആള് ജീവിക്കുന്നത്. മെറ്റീരിയലിസ്റ്റിക് ആണ് നമ്മുടെ ഗേൾ. ആൻഡ് ഹാവിംഗ് ടോൾഡ് എ സ്റ്റുഡന്റ് ദാറ്റ് ഷീ വിൽ ഡാൻസ് വിത്ത് ഹിം ഇഫ് ഹി ബ്രിങ്സ് ഹെർ എ റെഡ് റോസ്. ആൻഡ് നമ്മുടെ ബോയിനോട് അല്ലെങ്കിൽ സ്റ്റുഡന്റിനോട് പറയുന്നുണ്ട്, റെഡ് റോസ് കൊണ്ടുവന്നാൽ മാത്രമാണ് അവൾ അവന്റെ കൂടെ ഡാൻസ് ചെയ്യാന്ന് അല്ലെ. ഷീ ലേറ്റർ ഗോസ് ബാക്ക് ഓൺ ഹെർ വേർഡ് ബിക്കോസ് എ വെൽത്തിയർ സ്യൂട്ടർ ഹാസ് പ്രൊവൈഡ് ഹെർ വിത്ത് ജോയ്സ് അല്ലെ. പിന്നെ അവൾ പറഞ്ഞ വാക്ക് തെറ്റിക്കുകയാണ്, കാരണം വേറൊരു നല്ല പൈസക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ നല്ല സമ്പന്നനായിട്ടുള്ള ഒരു വെൽത്തിയർ ആയിട്ടുള്ള ഒരു കാമുകൻ അവൾക്ക് ജ്വൽസ് അല്ലെങ്കിൽ ആഭരണങ്ങൾ കൊണ്ടു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാണ്, അവളെ വാക്ക് പിൻവലിക്കുകയാണ്. സോ സ്വന്തം വാക്കിന് വിലയില്ലാത്ത ഒരാളാണ് നമ്മുടെ പ്രൊഫസറിന്റെ ഡോട്ടർ. ആൻഡ് the girl's surroundings further underscore her shallow nature, and since the silk she is spinning and the toy dog she owns are both luxury commodities. അപ്പോൾ അവളുടെ സറൗണ്ടിങ്സ് ഒക്കെ അവൾ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആണെന്ന് കാണിക്കുന്നതാണ്. കാരണം അവൾ സിൽക്ക് ഡ്രസ്സ് തുന്നുന്നു, അതുപോലെ അവൾക്കൊരു ഡോഗ് ഉണ്ട്. ഇതൊക്കെ അവളുടെ ലക്ഷറി ലൈഫ് അല്ലെങ്കിൽ അത്തരത്തിൽ ലക്ഷറിയസ് കൊമോഡിറ്റീസ് അല്ലെങ്കിൽ ലക്ഷറിയസ് ആയിട്ടുള്ള സാധനങ്ങളോടുള്ള ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. സോ ഇത്രയും ക്യാരക്ടേഴ്സ് ആണ് നമ്മുടെ നൈറ്റിംഗേൽ ആൻഡ് ചാപ്റ്ററിൽ നിന്നും നമുക്ക് നോക്കാനുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ സ്കെച്ച് ആയിരിക്കും ഉറപ്പായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരാം. സോ എന്തായാലും നിങ്ങൾക്ക് ഇത് പ്രതീക്ഷിക്കാം. അടിപൊളിയായിട്ട് എല്ലാവരും എക്സാം എഴുതാൻ, നമുക്ക് ക്രിസ്മസ് എക്സാം തകർക്കണം. ആൻഡ് അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസ് ആണ് വേണ്ടതെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ബൈ.